ഹലോ മൈ ഡിയർ ഫ്രണ്ട്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പേഴ്സന്റെ മനസ്സിൽ നിങ്ങളോടുള്ള ഒരു കറണ്ട് എനർജി അത് ഏത് രീതിയിലാണ് എന്നുള്ളതാണ്. അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത്, എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ഫീൽ ചെയ്യുന്ന ഒരു കറണ്ട് ഫീലിങ്സ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവാണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഇതൊരു ടൈംലെസ് ആൻഡ് ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്തു നോക്കാം. അതിലൂടെ നല്ലൊരു ഗൈഡൻസും നല്ലൊരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു സ്നേഹിക്കുന്ന പേഴ്സണെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക. പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കഴിഞ്ഞുപോയ നല്ല നല്ല നാളുകൾ, ഇപ്പം നിങ്ങളൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനോ ബ്രേക്കപ്പ് സിറ്റുവേഷനോ എങ്ങനെയുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആ ഒരു നല്ല നല്ല മൊമെന്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കുകയാണല്ലോ. ആ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലേക്ക് റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുവരിക. പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഡെത്ത് ആൻഡ് റീബർത്ത്, ത്രീ ഓഫ് കപ്സ്, ജഡ്ജ്മെന്റ്, സെവൻ ഓഫ് കപ്സ്, ടെൻ ഓഫ് പെന്റക്കിൾസ്, the Empress, Hermit energy, Fool energy, Knight of Wands, Three of Wands, Five of Swords, Two of Pentacles, Nine of Pentacles, Moon energy, Eight of Pentacles, Four of Wands, the World energy, Three of Swords. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് സ്റ്റാർ എനർജി ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം. എന്തായാലും ഒരു കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് തമ്മിൽ ഇല്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എനർജിയിൽ നമുക്കിവിടെ ത്രീ ഓഫ് സോഴ്സ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ എത്രത്തോളം നിങ്ങളെ വേണ്ട എന്നൊക്കെ വെച്ചിട്ട് മാറി നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇല്ലാത്ത ഈ നിമിഷം എന്ന് പറയുന്നത് അവർക്ക് വേദന തന്നെയാണ്. അവർ ചിലപ്പോൾ ഇമോഷൻസോ കാര്യങ്ങളൊന്നും നിങ്ങളിലേക്ക് പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല. നിങ്ങളിപ്പോൾ അവരെ ഭയങ്കരമായിട്ട് വാച്ച് ചെയ്യുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് വഴിയോ ഒക്കെ നിങ്ങൾ ഇവരെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ പോലും ഇവരുടെ ഇമോഷൻസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ടാവില്ല. പുറമേ ചിലപ്പോൾ ഇവർ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ ആയിരിക്കും കാണിക്കുന്നത്. പക്ഷേ നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അത്ര ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് അല്ല. അവർ ഒരുപാട് വേദനിക്കുന്നുണ്ട്. അവരിപ്പോൾ എങ്ങനെ എന്തിന്റെ പേരിൽ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന അവസ്ഥയാണെങ്കിലും നമ്മൾ എടുത്തിരിക്കുന്ന കറണ്ട് ഫീലിങ്സ് ആണ്, കറണ്ട് എനർജി ഏത് രീതിയിലാണ് കണക്ട് ആവുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു കറണ്ട് ഫീലിങ്സ് നോക്കുവാണെങ്കിൽ ഈ ഒരു സമയത്ത് അവർക്ക് എന്തായാലും മനസ്സുകൊണ്ട് ഒരുപാട് വേദനയുണ്ട്. ഒരുപാട് അവർ സ്വയം വേദനിക്കുന്നുണ്ട്. ഇവരെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ കുറച്ചധികം ഓവറായിട്ട് തിങ്ക് ചെയ്ത് കോംപ്ലിക്കേഷൻ ആക്കും എന്ത് പ്രശ്നങ്ങളും. ചിലപ്പോൾ നിങ്ങളുടെ ബന്ധത്തിലാണെന്നുണ്ടെങ്കിലും പ്രശ്നം ഇത്രയും രൂക്ഷമായി പോകാനായിട്ട് ഇവരുടെ ചിന്തകളും പ്രശ്നമായിട്ടുണ്ടായിരിക്കാം. ഇപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉള്ള റിലേഷൻഷിപ്പ് ആവാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ചിലവരെ സംബന്ധിച്ചിടത്തോളം തേർഡ് പാർട്ടി ഫാമിലി ആവാനുള്ള സാധ്യതയുണ്ട്. ചിലവർക്ക് മറ്റേതെങ്കിലും വ്യക്തികളായിരിക്കാം. ഇവിടെ ഒരു ഇമോഷൻസ് എന്നതിനേക്കാൾ കൂടുതലായിട്ട് വരുന്നത് ഒന്നെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തി സാന്നിധ്യം, ഇല്ലാന്നുണ്ടെങ്കിൽ ഫാമിലി സിറ്റുവേഷൻ, ആ ഒരു രീതിയിലാണ് കണക്ട് ആയിരിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് തന്നെ വന്നിരിക്കുന്ന സ്റ്റാർ എനർജിയാണ്. ഏത് സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് നോക്കി കാണുന്നത്. അതുപോലെ നിങ്ങളുടെ ആ ഒരു നല്ല നല്ല മൊമെന്റ്സ്, നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ആ ഒരു നല്ല നല്ല കാലങ്ങൾ നിങ്ങൾ ഓർക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ പേഴ്സണും ഓർക്കുന്നുണ്ട്.
അവരതൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അവർക്ക് വീണ്ടും അതൊക്കെ ഒന്ന് വീണ്ടെടുക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ പേഴ്സണും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ആ ഒരു പാസ്റ്റില് ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ, കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ഒരുപാട് ഭയവും കാര്യങ്ങളൊക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷെ എങ്കിലും നിങ്ങളുടെ ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് അത് എത്രത്തോളം ഒരു ഡെപ്ത് ഉള്ള ഒരു സ്നേഹമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ആ ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത് എത്രത്തോളം സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നതാണ്, അതൊക്കെ അവരിൽ ഒരു ഹാപ്പിനെസ് ഉണ്ടാക്കുന്നുണ്ട്. നല്ല സ്ട്രെങ്തോടു കൂടി മുന്നോട്ടേക്ക് പോയൊരു റിലേഷൻഷിപ്പ് ഒക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു പ്രശ്നം കാരണം ഇങ്ങനെയൊക്കെ ആയി പോയല്ലോ എന്നൊരു കുറ്റബോധം നിങ്ങളുടെ വ്യക്തിയിൽ പ്രകടമായിട്ട് തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവർ നിങ്ങളിലേക്ക് തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. ഇപ്പൊ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ ഒരു പ്രതീക്ഷ അവർക്ക് തിരിച്ചു വരാൻ സാധിക്കും, അല്ലെങ്കിൽ വീണ്ടും നിങ്ങളെ വീണ്ടെടുക്കാൻ സാധിക്കും. ആ ഒരു രീതിയിലൊക്കെ ചിന്തിക്കുന്നവരാണ്. നമുക്ക് എന്തായാലും ഓരോ സ്പ്രെഡുകളായിട്ട് തന്നെ പറഞ്ഞു വരാം. ഇവിടെ മെയിൻ ആയിട്ട് എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കിവിടെ മേജർ ആയിട്ട് വന്നിരിക്കുന്നതും അല്ലെങ്കിൽ കൂടുതലായിട്ടും നമുക്കിവിടെ വന്നിരിക്കുന്നത് മേജർ കാർഡ്സ് ആണ്. ഇവിടെയാണെന്നുണ്ടെങ്കിലും ഡെത്ത് ആൻഡ് റീബർത്ത്, ഹെർമിറ്റ് എനർജി, ഫൂൾ എനർജി എല്ലാം നമുക്ക് ഒരുപാട് മേജർ കാർഡുകൾ വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഡിവൈൻ കണക്ഷൻ ഉള്ള ബന്ധമാണ്. നിങ്ങൾ എത്രയൊക്കെ പിരിഞ്ഞു പോയാലും ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ ഈ ഒരു സെപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് ആദ്യമായിട്ടായിരിക്കില്ല. ഇതിനു മുമ്പും നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ വന്ന് നിങ്ങളൊരു സെപ്പറേഷനിലേക്കൊക്കെ പോയിട്ടുണ്ടായിരിക്കും. വീണ്ടും നിങ്ങൾ റീജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇവിടെയും നമുക്ക് അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾ എത്രത്തോളം അകന്ന് നിൽക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ബന്ധത്തില് ഇനിയും ഒരു റീകണക്ഷൻ അല്ലെങ്കിൽ ഒരു റിയൂണിയൻ വരാനുള്ള സാധ്യതകളുണ്ട്. കാരണം ഇത് പൂർണ്ണമായിട്ടും അറ്റുപോകുന്ന ഒരു ബന്ധമായിട്ട് കാണുന്നില്ല. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്തായാലും ഒരു സ്പ്രെഡ് ആയിട്ട് തന്നെ പറയാം. ഇവിടെ വന്നിരിക്കുന്നത് ആദ്യമേ തന്നെ റീബർത്ത് എനർജിയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ നിങ്ങളോടുള്ള ഫീലിങ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ വളരെയധികം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു പ്രസൻസ് മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ പോലും ആ ഒരു സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് പോലും നിങ്ങളെ ഓർക്കുന്ന അവസ്ഥയാണ്. അവർക്കൊരു നിലപാടെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം കൂടെ ഇവിടെ എടുത്തു പറയണം. ചില വ്യക്തികളുടെ കാര്യത്തിൽ എന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സന്റെ എനർജി രണ്ടുപേരുടെ അല്ലെങ്കിൽ രണ്ട് രീതിയിലായിട്ടാണ് നമുക്ക് കണക്ട് ആവുന്നത്. ചിലവരുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ. മറ്റു ചിലവർക്ക് എന്ത് തിരഞ്ഞെടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ. ചിലവരാണെന്നുണ്ടെങ്കിൽ വരാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു അവസ്ഥ. പക്ഷെ എല്ലാത്തിനും മെയിൻ ആയിട്ട് കോമൺ ആയിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യം ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്തിട്ട് അവർ ആകെപ്പാടെ ഒരു ഡിപ്രസ്ഡ് അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് നീതി തരേണ്ടത് അനിവാര്യമായ കാര്യമാണ് എന്നുള്ളത് നിങ്ങളുടെ ഈ ഒരു പേഴ്സണ് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവുന്നുണ്ട്. നീതിപൂർവം അല്ല നിങ്ങളോട് പ്രവർത്തിച്ചിരുന്നത് എന്നുള്ള കാര്യം അവരെ തന്നെ ഇപ്പൊ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. ഇവര് തന്നെ സ്വയം ഇവരുടെ ഹൃദയത്തിലേക്ക് തന്നെ നോക്കി അല്ലെങ്കിൽ ഇവര് ചെയ്തു പോയിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഓർത്ത് സ്വയം വേദനിക്കുകയാണ്. അപ്പൊ സിറ്റുവേഷൻ ബേസ് ചെയ്തും ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടായിരിക്കാം. തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴേക്കും ചീറ്റ് ചെയ്തിട്ട് ചതിച്ചിട്ട് പോയ വ്യക്തികളുടെ ഒരു എനർജി മാത്രമല്ല നമുക്കിവിടെ കണക്ട് ആയിരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി ചിലപ്പോൾ ആ ഒരു സാഹചര്യം കൊണ്ട് നിങ്ങളെ മാറ്റി നിർത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് ഏത് രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആണെന്നുള്ളത് അനുസരിച്ച് നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക. കാരണം ഇവിടെ ഒരു സിറ്റുവേഷനും കയറി വന്നിട്ടുണ്ട്. അപ്പൊ എങ്കിലും എത്രയൊക്കെ സിറ്റുവേഷന്റെ ഭാഗമായിട്ട് നിങ്ങളെ മാറ്റി നിർത്തിയവരാണെന്നുണ്ടെങ്കിലും അവർക്ക് ഒരുപാട് കുറ്റബോധമാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. വളരെയധികം ഒരു റിഗ്രറ്റ് ഫീൽ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ഒന്ന് തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു സമൃദ്ധി, സന്തോഷം ഇതെല്ലാം വീണ്ടെടുക്കണം. അതുപോലെ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ജേർണി എന്ന് പറയുന്നത് ലൈഫ് ലോങ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നിങ്ങളുടെ പ്രസൻസ് എന്നെന്നും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ ഒരുപാട് കെയറിങ്ങും ഒരുപാട് സ്നേഹവും ഒക്കെ ഈ ഒരു വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ലൈഫിൽ ചിലപ്പോൾ അതുപോലെ അത്രത്തോളം കെയറിങ്ങോ സപ്പോർട്ടോ ഒന്നും മറ്റാരും കൊടുത്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ അത്രയും നിങ്ങളെ മിസ് ചെയ്യുന്നത്. വീണ്ടും നിങ്ങളുടെ ആ ഒരു ബന്ധത്തിലേക്ക് കടന്നു വരണം എന്ന് ആഗ്രഹിക്കുന്നത്. വളരെയധികം ചിന്തിക്കുന്നുണ്ട്. സ്വന്തമായിട്ട് എഫേർട്ട് എടുക്കണം എന്നൊരു ചിന്തകൾ മനസ്സിലേക്ക് വരുന്നുണ്ട്. നീതിപൂർവ്വം നിങ്ങളോട് പ്രവർത്തിക്കണം, ന്യായപൂർവ്വം നിങ്ങളോട് പ്രവർത്തിക്കണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അതോടൊപ്പം നിങ്ങൾ അവരുടെ കൂടെ ഇല്ലല്ലോ എന്നുള്ളത് ഓർക്കുമ്പോൾ ഉള്ള ഒരു വേദന. ഇവിടെ നമുക്ക് 8 ഓഫ് പെന്റക്കിൾസ് ആണെന്നുണ്ടെങ്കിലും 7 ഓഫ് കപ്സ് ആണെന്നുണ്ടെങ്കിലും മൊത്തത്തിൽ ഇവരൊരു കൺഫ്യൂഷൻ സ്റ്റേജ് ആണ്. ഇവർക്ക് എവിടെ നിന്ന് തുടങ്ങണം, അല്ലെങ്കിൽ ഏത് രീതിയിൽ ഇതിന് എഫേർട്ട് എടുക്കണം. സ്വന്തമായിട്ട് എഫേർട്ട് എടുക്കണം, വിജയം വേണം. പക്ഷെ അത് ഏത് രീതിയിൽ വേണമെന്നൊരു കൺഫ്യൂഷൻ ആണ്. ഇതിപ്പോ കോൾ ചെയ്തിട്ട് ഇപ്പൊ തന്നെ വിളിക്കണോ, അതോ ഭയങ്കരമായിട്ടൊരു പ്ലാനിങ് നടത്തിയതിനു ശേഷം മാത്രം മതിയോ, ഇനി അങ്ങനെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് എന്താകും, മൊത്തത്തിൽ ഭയങ്കരമായ ഒരു കൺഫ്യൂഷനിലേക്ക് വന്ന് ഒരു ഫിയർ ആണ് ഇവരിൽ കാണുന്നത്.
ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിയെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുകയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. സിറ്റുവേഷൻ ബേസ് ചെയ്ത് നിങ്ങളെ മാറ്റി നിർത്തിയിരിക്കുന്നത് ആ വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ. പക്ഷേ അവർക്ക് ഈ ഒരു സമയത്ത് അങ്ങനെ കുറ്റപ്പെടുത്തിയ കാര്യത്തിനേക്കാൾ കൂടുതലായിട്ട് അവർ ചിന്തിക്കുന്നത് ഒരു സൈഡിൽ നിങ്ങളോടുള്ള ഭയങ്കരമായ ഒരു സ്നേഹം, മറു സൈഡിൽ അവർക്ക് എന്ത് ചെയ്യും എന്നറിയാത്തൊരു കൺഫ്യൂഷൻ, ഒരു ഭയം. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നതുകൊണ്ട് ഇവരെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയും ചിന്തിക്കുന്ന പേഴ്സന്റെ എനർജി നമുക്കിവിടെ കണക്ട് ആവുന്നുണ്ട്. നിങ്ങൾ അവർക്ക് കുറച്ച് സമയം കൊടുക്കണം, അല്ലെങ്കിൽ അവരുടേതായ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ ഒരു വളരെയധികം ആഴത്തിൽ ചിന്തിച്ച് ഒരു ഡിസിഷൻ എടുത്ത് അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഒരു കാര്യം ചെയ്യാനായിട്ടുള്ള ഒരു സമയം നിങ്ങൾ അവർക്ക് കൊടുത്തിരുന്നെങ്കിൽ അവർക്ക് കുറച്ചുകൂടെയൊക്കെ പറ്റുമായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അവര്. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വന്നിരിക്കുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻ അതിവിടെ ഫാമിലി എനർജിയാണ് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഫാമിലി ഒക്കെ നിങ്ങളുടെ ബന്ധത്തിൽ തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ കുറച്ചധികം കൺഫ്യൂസ്ഡ് സ്റ്റേജിലാണ്. പക്ഷെ അവർക്ക് പൂർണ്ണമായും നിങ്ങളെ നഷ്ടപ്പെടുത്തി കളയാനായിട്ട് ആഗ്രഹമില്ല. അവരുടെ എനർജി വളരെയധികം നിങ്ങളിലേക്ക് കണക്ട് ആവുന്നുണ്ട്. നിങ്ങളെ വേണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ആ ഒരു ഡിസിഷനിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. സന്തോഷകരമായ ഒരു പരിസമാപ്തി തന്നെയാണ് നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരുപാട് ചിന്തിച്ച് ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്ത് ഇവരുടെ എനർജി ഒക്കെ വളരെ ലോ ആയിട്ട് ഇവിടെ കാണാം. ഒരു ഡിപ്രസ്ഡ് അവസ്ഥയിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പലപ്പോഴും അവർക്ക് ഹോപ്പ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടാകും. എന്തൊക്കെ സംഭവിച്ചാലും ഇപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, നിങ്ങളും അവരെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരിക്കാം, ഇവർ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരിക്കാം. പക്ഷെ എങ്കിലും എവിടെയോ ഒരു പ്രതീക്ഷ, അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. പുറമേ അവർക്ക് ഭയങ്കരമായിട്ട് hope ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്ന പോലെയൊക്കെ തോന്നിയാലും ഉള്ളിന്റെ ഉള്ളിലേക്ക് അവർ ആഴത്തിൽ ചിന്തിക്കുമ്പോൾ അവിടെ അവർക്കൊരു strong ആയിട്ടുള്ള hope ഉണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്. അപ്പൊ ആ ഒരു പ്രതീക്ഷയിൽ മാത്രമാണ് ഈ ഒരു person ഇപ്പൊ മുന്നോട്ടേക്ക് ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ ബന്ധത്തിൽ അവർക്ക് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് ഏത് രീതിയിലാണെന്നൊക്കെ നോക്കുമ്പോൾ അവർ മുന്നോട്ടേക്ക് ഓരോ കാര്യങ്ങൾ അതിനു വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ബന്ധത്തിലേക്ക് കൊണ്ടുവരാനും അതനുസരിച്ചുള്ള ആക്ഷൻ എടുക്കാനും ഒക്കെ ചിന്തിക്കുന്നുണ്ട്. ഒരുപാട് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാ രീതിക്കും ഒരു സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കണം എന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ട്. അതുപോലെ ഇതിനു മുമ്പ് നിങ്ങളുടെ ബന്ധത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞു തീർക്കുക. ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തി അതിനെയൊക്കെ പറഞ്ഞു തീർത്ത് ആ ഒരു സിറ്റുവേഷനെ പൂർണ്ണമായിട്ടും ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ലെറ്റ് ഗോ ചെയ്യുക. അതിനി ഒരിക്കലും നിങ്ങളുടെ ബന്ധത്തിലേക്ക് വളരെ പെട്ടെന്ന് അട്രാക്റ്റ് ആവാത്ത രീതിയിൽ ഒരു നല്ല റിസൾട്ട് ആണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത്. കാരണം നല്ല റിസൾട്ട് എന്ന് പറയുമ്പോൾ ലൈഫ് ലോങ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ കൂടെ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളിലേക്ക് ഒരു ട്രാവലിംഗ് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു യാത്ര. നിങ്ങളെ ഒന്ന് നേരിട്ട് കാണാൻ, അതുപോലെ നിങ്ങളുടെ ഒരു കെയറിംഗ് ഒക്കെ കിട്ടാൻ, നിങ്ങളുടെ ഒരു സപ്പോർട്ട് കിട്ടാൻ, നിങ്ങളുടെ ഒരു ഗൈഡൻസ് കിട്ടാൻ എല്ലാ രീതിക്കും ആഗ്രഹിക്കുന്നുണ്ട്. വളരെയധികം ഒരു മിസ്സിംഗ് എനർജിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു കുറ്റബോധം എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് ഇവര് സ്വയം നിങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്നൊരു ചിന്തയാണ് ഇവരിൽ ഏറ്റവും അധികം ഉള്ളത്. അതായത് സിറ്റുവേഷൻ ബേസ് ചെയ്ത് നിങ്ങളെ മാറ്റി നിർത്തിയവരാണെങ്കിൽ പോലും അവർക്ക് പൂർണ്ണമായും നിങ്ങൾ അവരെ വിട്ടു പോകുന്നത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല, അല്ലെങ്കിൽ അവർക്ക് അത് ഇമാജിൻ ചെയ്യാൻ കഴിയുന്നില്ല. ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് നൽകണമെന്ന് മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഒരു കൺഫ്യൂഷൻ ആണ് അവർക്ക് അത് എങ്ങനെ നിങ്ങൾക്ക് നൽകും എന്നുള്ള കാര്യത്തില്. അപ്പൊ ഈ ഒരു രീതിയിലൊക്കെ നിങ്ങളുടെ പേഴ്സന്റെ എനർജി നിങ്ങളിലേക്ക് കണക്ട് ആവുന്നുണ്ട്. കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും എന്തായാലും ആത്മാർത്ഥമായ ഒരു സ്നേഹമുള്ള പേഴ്സന്റെ എനർജി തന്നെയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അവർക്കൊരു ആത്മാർത്ഥത ഇല്ലാത്ത ഒരു വ്യക്തിയല്ല. വളരെയധികം ബന്ധത്തിനെ ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം, അല്ലെങ്കിൽ എന്തൊക്കെ വേദനകൾ ഈ ഒരു ബന്ധത്തിൽ സഹിക്കേണ്ടതായിട്ട് വന്നാലും എത്ര റിസ്ക് എടുക്കാനാണെന്നുണ്ടെങ്കിലും അവർ തയ്യാറാണ്. പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് കളയാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല എന്നുള്ള രീതിക്ക്. ഇവിടെ നമുക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പോലും അവരൊരു ഫിയർ അവരിൽ കാണുന്നുണ്ട്. തേർഡ് പാർട്ടിയെ കുറിച്ച് ഓർക്കുമ്പോൾ അവരിലൊരു ഫിയർ ഉണ്ട്. അതിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അവർക്കൊരു ഭയം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഭയത്തിനെ അതിജീവിച്ച് മുന്നോട്ടേക്ക് വരാനുള്ള ഒരു മെന്റാലിറ്റി അതിപ്പോ ഈ ഒരു കറന്റ് ഫീലിങ്സിൽ നിങ്ങളുടെ പേഴ്സണ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും വേണം എന്നൊരു ആഗ്രഹം അവരുടെ ഉള്ളിന്റെ ഉള്ളിലുള്ളത് തന്നെയാണ്. അതൊരു സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. വരുന്നത് വരട്ടെ എന്നുള്ള രീതിക്കൊക്കെ അവരൊരു ലാസ്റ്റ് സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ നിങ്ങൾ കുറച്ച് നാളുകളായിട്ടൊക്കെ ഒരു സെപ്പറേഷൻ സ്റ്റേജ് ഒക്കെ മുന്നോട്ടേക്ക് കൊണ്ടുവരുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുവരെ ഇവരൊരു ഇങ്ങനെ ഒരു മെന്റാലിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചിന്താഗതികളിലേക്കൊന്നും വരാതെ പൂർണ്ണമായിട്ട് ഇപ്പൊ എന്തായാലും ആക്ഷൻ എടുക്കണ്ട എന്നുള്ള രീതിക്ക് മാറി നിന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവരുടെ ഇമോഷൻസിൽ ഒരു ആക്ഷൻ എടുക്കണം എന്നുള്ള ചിന്തകൾ വരുന്നുണ്ട്. അതും വളരെ പെട്ടെന്ന് തന്നെ ഒന്ന് എടുക്കണം. ഈ ഒരു പെയിൻഫുൾ ആയ സിറ്റുവേഷൻസ് ഒക്കെ പൂർണ്ണമായിട്ട് ഒന്ന് ഡെത്ത് ആയിട്ട് അവിടെ നിന്ന് ഒരു റീബർത്ത് വേണം. കാരണം ഈ ഒരു വേദന
ഒറ്റപ്പെടല്, അല്ലെങ്കിൽ മാനസികപരമായിട്ട് അനുഭവിക്കുന്ന സംഘർഷം, ആ ഒരു ഡിപ്രസ്ഡ് അവസ്ഥ, ഇതൊന്നും ഇനി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വയ്യ. വളരെയധികം ടയേർഡ് ആണ്. എനർജി എല്ലാം ഭയങ്കരമായിട്ട് ഡ്രെയിൻ ഔട്ട് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഒരു സമൃദ്ധിയും സന്തോഷവും ആഗ്രഹിക്കുന്നുണ്ട്, പീസ്, സമാധാനം ആഗ്രഹിക്കുന്നുണ്ട്, നീതി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഇവരുടെ ഒരു കറന്റ് സിറ്റുവേഷൻ നമ്മൾ എടുത്തിട്ടില്ല എങ്കിലും നമുക്കിവിടെ വന്നിരിക്കുന്ന ഒരു എനർജിയിൽ നിങ്ങളുടെ പേഴ്സൺ എന്തായാലും അത്ര ഒരു ഭയങ്കരമായ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ അല്ല മുന്നോട്ടേക്ക് പോകുന്നത്. നമ്മൾ കറന്റ് സിറ്റുവേഷൻ എടുക്കാത്തതുകൊണ്ട് തന്നെ അതിലേക്ക് നമ്മൾ പോകുന്നില്ല. എന്തായാലും അവരുടെ ഒരു എനർജി വെച്ച് കണക്ട് ചെയ്ത് പറഞ്ഞാൽ അവർ മൊത്തത്തിൽ അവരുടെ ലൈഫിൽ തന്നെ ഒരു സ്റ്റക്ക് ആണ്. അപ്പൊ ആ ഒരു സ്റ്റക്ക് ആയിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഒരുപക്ഷെ നിങ്ങളെക്കുറിച്ച് ഓർത്തപ്പോൾ തന്നെയായിരിക്കും അവർ ഭയങ്കരമായിട്ട് സ്റ്റക്ക് ആയിരിക്കുന്നത്. കാരണം നിങ്ങളോട് നീതിപൂർവ്വം അല്ലാതെ മാറ്റി നിർത്തിയ വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ഇമോഷണലി ഭയങ്കര വീക്ക് ആയിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പുറത്തു നിന്നുള്ള ഒരുപാട് സിറ്റുവേഷൻസ്, തടസ്സങ്ങളെല്ലാം നിങ്ങളുടെ ബന്ധത്തിലെ ഒരു പ്രശ്നമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാനും, അതുപോലെ അവരെടുത്തിരിക്കുന്ന ആ ഒരു സ്റ്റാൻഡ് അല്ലെങ്കിൽ ആ ഒരു ഡിസിഷനിൽ തന്നെ സ്ട്രോങ് ആയിട്ട് നിന്നുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് ഇതിനെ കൊണ്ടുപോകാനും എല്ലാ രീതിക്കും നമുക്കിവിടെ വന്നിരിക്കുന്നത് തന്നെ വേൾഡ് എനർജിയാണ്. മൊത്തത്തിൽ ലാസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ചിന്താഗതി വന്ന് നിൽക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് സന്തോഷകരമായ പരിസമാപ്തി മാത്രമേ ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ ആഗ്രഹിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. സന്തോഷകരമായ പരിസമാപ്തി എന്ന് പറയുമ്പോൾ അത് നിങ്ങളെ ഉപേക്ഷിക്കുക എന്നുള്ളൊരു മെന്റാലിറ്റി അല്ല, നിങ്ങളെ വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ നിങ്ങളോട് ഒരു നീതിപൂർവം അല്ലാത്ത കാര്യങ്ങളിലൊക്കെ പ്രവർത്തിച്ചിരുന്നതിൽ ഇപ്പൊ നിങ്ങൾക്കൊരു നീതി നൽകണം എന്ന് മാത്രമല്ല, അത് ക്ഷമാപണമായിട്ട് എന്ന് വെച്ചാൽ മനസ്സുകൊണ്ട് മാത്രമല്ല നേരിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളോടൊരു ക്ഷമാപണം നടത്തുക, ഒരു തുറന്നൊരു സംസാരം, ഒരു പുതിയ ഉണർവാണ്. അപ്പൊ ആ ഒരു പുതിയ ഉണർവിലൂടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്തി ഒരു ന്യൂ ഫേസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരണം. ഒരു നെക്സ്റ്റ് ഘട്ടം ഇതുവരെ ഉണ്ടായിരുന്ന പോലെ അല്ലാതെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കുക, ഒരു ഡിസിഷൻ എടുക്കുക. ഇതിനു മുമ്പ് നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം, ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടായിരിക്കാം, വീണ്ടും ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു വീണ്ടും നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ അപ്പോഴൊന്നും ഇല്ലാത്ത രീതിയിൽ ഇവരുടെ കുറച്ച് മനസ്സ് എന്ന് പറയുന്ന ഒരു ബോൾഡ് ആയിട്ടുള്ള ഡിസിഷനിലേക്ക് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഇനി ആ ഒരു ഗ്യാപ്പ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുക, ആ ഒരു രീതിയിൽ സൊല്യൂഷൻ കാണുക. അതിനാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു സമയം പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സിറ്റുവേഷൻ ബേസ് ചെയ്താണ് നിങ്ങളെ മാറ്റി, സാഹചര്യം കൊണ്ട് നിങ്ങളെ മാറ്റി നിർത്തിയിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവരിപ്പോ ഒരു സ്പേസ് ആഗ്രഹിക്കുകയാണ്. സ്പേസ് എന്ന് പറയുമ്പോൾ അവർക്കൊന്ന് ചിന്തിച്ച് പ്രവർത്തിച്ച് ചെയ്യാൻ, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇനിയും റിലേഷൻഷിപ്പിൽ കടന്നു വരാതിരിക്കാനായിട്ട് ആ ഒരു രീതിയിലേക്ക് ചെയ്യുക. സ്വന്തം മനസ്സനുസരിച്ച് തന്നെ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ സ്വന്തം ഒരു സബ് കോൺഷ്യസ് മൈൻഡ് അത് എന്താണോ പറയുന്നത് അതനുസരിച്ച് തന്നെ പ്രവർത്തിക്കണം എന്നുള്ള രീതിക്കാണ് ചിന്തിക്കുന്നത്. അതുപോലെ നിങ്ങൾക്കിടയിലുള്ള ഈ ഒരു ഡിവൈൻ കണക്ഷൻ അത് അത്രത്തോളം സ്ട്രോങ് ആയതുകൊണ്ട് തന്നെയാണ് ഇവർ എത്രയൊക്കെ നിങ്ങളിൽ നിന്ന് അകന്ന് മാറി നിൽക്കുന്ന വ്യക്തികളാണെങ്കിലും വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് കണക്ട് ആവുന്നത്. അതൊരു പക്ഷെ നിങ്ങൾക്ക് തന്നെ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഒന്നെന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു പേഴ്സണെ മറക്കാൻ ശ്രമിച്ചാലും അത് പറ്റാതിരിക്കുക. രണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ മാറിപ്പോയാലും ഇവരായിട്ട് നിങ്ങളിലേക്ക് വരിക. ഒന്നെങ്കിൽ നിങ്ങളായിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കും, അല്ലെങ്കിൽ ഇവരായിട്ട് എടുക്കും. അപ്പൊ അങ്ങനെ രണ്ടുപേരും തമ്മിൽ ഒരു അകന്നു പോകാൻ പറ്റാത്ത രീതിയിൽ എന്തോ ഒരു നൂൽ ചരട് എന്നൊക്കെ പറയുന്ന പോലെ ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു അവസ്ഥ. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു സോൾ കണക്ഷൻ ആണ്. നിങ്ങൾ തമ്മിൽ ഒരു സോൾമേറ്റ് എനർജി ഉള്ളത് കൊണ്ടിട്ടാണ് വിട്ടുപിരിയാത്ത രീതിയിൽ വീണ്ടും വീണ്ടും നിങ്ങൾ അട്രാക്റ്റ് ആവുന്നത്, അല്ലെങ്കിൽ ആ ഒരു അകൽച്ച നിങ്ങളെ ഇത്രത്തോളം വേദനിപ്പിക്കുന്നത്. നിങ്ങളും ചിലപ്പോൾ ഭയങ്കരമായ ഒരു വേദനാജനകമായ സിറ്റുവേഷനിലൂടെ തന്നെയായിരിക്കും ഇപ്പോഴും കടന്നു പോകുന്നത്. അപ്പൊ അതിനൊക്കെ ഒരു മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പൊ ഈ ഒരു പേഴ്സന്റെ എനർജിയിൽ ഒരു വിൽ പവർ വന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളെയും വളരെയധികം ഫിയറോട് കൂടി, വളരെ പേടിയോട് കൂടിയൊക്കെ സമീപിക്കുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങളുടേത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവർക്കും ഇപ്പോഴും ഭയമുണ്ട്, കൺഫ്യൂഷൻ ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളുകൊണ്ടൊരു ഡിസിഷൻ എടുത്ത് അവർ വെച്ചിട്ടുണ്ട്. അവർക്ക് ഇന്നത് വേണം, അല്ലെങ്കിൽ ഈ രീതിയിൽ മാത്രമേ ഇനി ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇതിനൊരു ഗ്രോത്ത് കിട്ടിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇതിനൊരു ന്യൂ ബിഗിനിങ് ഉണ്ടായേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള രീതിക്ക് ഇവർ ആ ഒരു മെന്റാലിറ്റിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക് പൂർണ്ണമായിട്ട് നിങ്ങളെ ഉപേക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് അവർ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഇപ്പോഴും ചിന്തിക്കാം ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കാന്നുള്ളത്. അവർ ആകെപ്പാടെ ഇവിടെ ഒരു ഫീലിങ്സിൽ അല്ലെങ്കിൽ അവരുടെ എനർജിയിൽ കാണിച്ചിരിക്കുന്നത് അവരൊരു കൺഫ്യൂഷൻ ആണ്. എങ്ങനെ ഇത് നീക്ക് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ഇത് മുന്നോട്ടേക്ക് നയിക്കണം. അപ്പൊ അതിന് മാത്രമാണ് ഈ ഒരു പേഴ്സൺ ഇവിടെ ഒരു ടൈം ആയിട്ട് ആലോചിക്കുന്നത്, അല്ലെങ്കിൽ അവർക്കൊരു സമയം വേണം എന്നുള്ള രീതിക്ക് അവരായിട്ട് തന്നെ എഫേർട്ട് എടുക്കുക. ഇവിടെ പ്രത്യേകമായിട്ട് പറയേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ്, അതായത് ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന പേഴ്സൺ
അവരായിട്ട് തന്നെ എഫേർട്ട് എടുക്കണം എന്നുള്ളൊരു മെന്റാലിറ്റിയാണ്. നിങ്ങൾ അങ്ങോട്ട് ചെല്ലുക എന്നുള്ള രീതിയല്ല, ഇവർക്ക് തന്നെ ചെയ്യണം. കാരണം ഇവരായിട്ട് തന്നെയാണ് മാറിപ്പോയത്. അപ്പൊ നിങ്ങൾ ഇനി ഇങ്ങോട്ടേക്ക് വരുന്നതിന് പകരം ഇവർ അങ്ങോട്ടേക്ക് വരികയാണെന്നുണ്ടെങ്കിലാണ് കുറച്ചുകൂടെ ആ ബന്ധത്തിന് ആ ഒരു ദൃഢത ഉണ്ടാവുകയുള്ളൂ എന്നുള്ള രീതിക്കൊക്കെ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ചിന്തിക്കുന്നത്. അപ്പൊ ഇതുവരെ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ഗ്രോത്ത് ഒന്നും ഇല്ലാതെ പോയിക്കൊണ്ടിരുന്ന അവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ ഇവരുടെ ആ ഒരു മെന്റാലിറ്റിയിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഗ്രോത്ത് ഒക്കെ വേണം എന്നുള്ള ആഗ്രഹം വന്നിട്ടുണ്ട്. ഇമോഷണലി വളരെയധികം ഡീപ്പായിട്ട് തന്നെ നിങ്ങളിലേക്ക് അടുക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ പ്രോപ്പർ ആയിട്ട് ഒരു ചീറ്റിംഗ് എനർജി ഭയങ്കരമായിട്ട് കണക്ട് ആവുന്നില്ല. ചിലവരുടെ കാര്യത്തിൽ മാത്രമായിരിക്കും ഒരു ചീറ്റിംഗ് എനർജി വന്നിരിക്കുന്നത്. പക്ഷെ ചീറ്റ് ചെയ്ത് നിങ്ങളെ നിന്ന് മാറിപ്പോയ വ്യക്തികളാണെങ്കിൽ പോലും ഇപ്പൊ അവർക്ക് കുറ്റബോധം ഉണ്ട്. നിങ്ങളോട് ചെയ്യേണ്ടി വന്നിരിക്കുന്ന കാര്യങ്ങളിൽ അവർ സ്വയം നീറുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളെ മാറ്റി നിർത്തി അവർ എവിടെയാണോ അവരുടെ സന്തോഷം എന്നുള്ളത് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ച് പോയത് എന്നുണ്ടെങ്കിൽ അവിടെ അവർക്കൊരു സന്തോഷം നേരിടുന്നില്ല, അല്ലെങ്കിൽ അവർക്കത് അനുഭവയോഗ്യമാകുന്നില്ല. അതാണ് നമ്മൾ പറഞ്ഞത്, കറന്റ് സിറ്റുവേഷൻ നോക്കിയിട്ടില്ലെങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി വെച്ചിട്ട് അവരിപ്പോ ഹാപ്പി അല്ലെങ്കിൽ അത്ര ഒരു സുഖകരമായ അവസ്ഥയല്ല. അപ്പൊ നിങ്ങളിൽ നിന്ന് മാറി നിങ്ങളെ വേദനിപ്പിച്ച് പോയ പേഴ്സൺ ആണെങ്കിൽ കൂടി ഇവരിപ്പോ നിങ്ങളുടെ സ്നേഹത്തിന്റെ, നിങ്ങൾക്കൊരു വാല്യൂ നൽകുന്നുണ്ട്. നിങ്ങളുടെ വില എന്താന്നുള്ളത് വളരെ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു വാല്യൂ മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇമോഷണലി ഡീപ്പായിട്ട് നിങ്ങളിലേക്ക് അടുക്കുന്നതും ഒരു ന്യൂ ബിഗിനിങ് വേണമെന്നുള്ള ആഗ്രഹമൊക്കെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതും. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് എന്താണ് ഓർക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ എനർജി ഏത് രീതിയിലാണ് നിങ്ങളിലേക്ക് കണക്ട് ആവുന്നത്, ഫീലിങ്സ് എന്താണ് എന്നുള്ളതൊക്കെ എടുക്കുമ്പോൾ കിട്ടുന്നത്. ഒരു കമ്മിറ്റ്മെന്റ് നൽകി കൂടെ ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണെ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എനർജി ആയിട്ടൊക്കെ നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പോസിറ്റീവ് ആയിട്ട് തന്നെ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ഒരു സമയത്ത് റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടും നിങ്ങളുടെ പേഴ്സൺ ആയിട്ടും ക്ലൂസ് എത്രത്തോളം കണക്റ്റഡ് ആണ് എന്നുള്ളത് കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പുണർദം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്, എം എന്നൊരു ലെറ്റർ, 3 എന്നൊരു നമ്പർ, മകയിരം, എ എന്നൊരു ലെറ്റർ, 1990, ഓഗസ്റ്റ് മന്ത്, പി എന്നൊരു ലെറ്റർ, ചിത്തിര, 42, വി എന്നൊരു ലെറ്റർ, ഏരീസ്, 1986, 6, ലിബ്ര, ലിയോ, പി എന്നൊരു ലെറ്റർ, 38, മാർച്ച് മന്ത്, 35, എ എന്നൊരു ലെറ്റർ, 28, ഏരീസ്, 1993, എ എന്നൊരു ലെറ്റർ, മെയ് മന്ത്, എൻ എന്നൊരു ലെറ്റർ, 25. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കണം. അതിനുശേഷം നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്ലെയിം ചെയ്യുക. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ വീണ്ടും നമുക്ക് നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.